ചേർന്ന് അദ്ദേഹം രചിച്ച 2 ഗാനങ്ങൾ ആലപിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇതിലേക്ക് ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദി ഞാൻ അറിയിച്ചുള്ളൂ. കണ്ടു ഞാൻ ആത്മരക്ഷകനെ, അല്ലകം നിന്ന് പാടി പുകഴ്ത്തിയിടാൻ നല്ലൊരു രക്ഷകനെ, നല്ലൊരു നാഥനെ കണ്ടു ഞാൻ ആത്മരക്ഷകനെ, അല്ലകം നിന്ന് പാടി പുകഴ്ത്തിയിടാൻ നല്ലൊരു രക്ഷകനെ, നല്ലൊരു നാഥനെ കണ്ടു. ഭാരങ്ങളേറുമീ പാരിടത്തിൽ എൻ ഭാരം ചുമന്നിടുന്നു, ഭാരങ്ങളേറുമീ പാരിടത്തിൽ എൻ ഭാരം ചുമന്നിടുന്നു, തുമ്പങ്ങൾ നീക്കിടും ഇമ്പം പകർന്നിടും അൻപുള്ള കർത്താവു താൻ, തുമ്പങ്ങൾ നീക്കിടും ഇമ്പം പകർന്നിടും അൻപുള്ള കർത്താവു താൻ, നല്ലൊരു നാഥനെ കണ്ടു ഞാൻ ആത്മരക്ഷകനെ, അല്ലകം നിന്ന് പാടി പുകഴ്ത്തിയിടാൻ നല്ലൊരു രക്ഷകനെ, നല്ലൊരു നാഥനെ കണ്ടു. കണ്ടെത്തിയ ആശ്വാസം തന്നീലതാൽ ഞാൻ ഭാഗ്യവാനിന്നീഹത്തിൽ, കണ്ടെത്തിയ ആശ്വാസം തന്നീലതാൽ ഞാൻ ഭാഗ്യവാനിന്നീഹത്തിൽ, മാഞ്ഞിടും മഞ്ഞും തൂവയിലെന്ന പോൽ മാനസഖേദങ്ങൾ, മാഞ്ഞിടും മഞ്ഞും വെയിലെന്ന പോൽ മാനസഖേദങ്ങൾ, നല്ലൊരു നാഥനെ കണ്ടു ഞാൻ ആത്മരക്ഷകനെ, അല്ലകം നിന്ന് പാടി പുകഴ്ത്തിയിടാൻ നല്ലൊരു രക്ഷകനെ, നല്ലൊരു നാഥനെ കണ്ടു ഞാൻ ആത്മരക്ഷകനെ, അല്ലകം നിന്ന് പാടി പുകഴ്ത്തിയിടാൻ നല്ലൊരു രക്ഷകനെ, നല്ലൊരു നാഥനെ കണ്ടു. നമുക്ക് അസാധ്യമായി തോന്നുന്ന കാര്യങ്ങളൊക്കെയും ദൈവത്തിന് അസാധ്യമല്ല, ദൈവം സാധ്യമാക്കി തരും. ശത്രുക്കൾ നമ്മളെ വളഞ്ഞ് ആക്രമിച്ചാലും
കർത്താവ് തന്നെയാണ് നമുക്ക് പോർപ്പൊരുതുവാനായിട്ടുള്ളത്. ഈ പുതിയ വർഷത്തിൽ വിശ്വാസത്തോടു കൂടി ഹല്ലേലൂയ പാടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ കൂടുതലായിട്ട് സഹായിക്കട്ടെ. എല്ലാറ്റിനും പരിഹാരമെന്റെ വല്ലഭനിൽ കണ്ടു ഞാൻ. തന്നാൽ അസാധ്യമായൊന്നുമില്ല, നന്നായി ഞാൻ അറിഞ്ഞിടുന്നു. എല്ലാറ്റിനും പരിഹാരമെന്റെ വല്ലഭനിൽ കണ്ടു ഞാൻ. തന്നാൽ അസാധ്യമായൊന്നുമില്ല, നന്നായി ഞാൻ അറിഞ്ഞിടുന്നു. ഹല്ലേലൂയ 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 പാടും ഞാൻ. ഹല്ലേലൂയ 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 പാടും ഞാൻ. വൈരി എന്നെ തകർപ്പാൻ ശ്രമിച്ചു, അരികണമണഞ്ഞു ചുറ്റും. എൻ ദൈവം എനിക്കായി പോർപ്പൊരുതി തൻ വിടുതൽ അയച്ചു. വൈരി എന്നെ തകർപ്പാൻ ശ്രമിച്ചു, അരികണമണഞ്ഞു ചുറ്റും. എൻ ദൈവം എനിക്കായി പോർപ്പൊരുതി തൻ വിടുതൽ അയച്ചു. ഹല്ലേലൂയ 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 പാടും ഞാൻ. ഹല്ലേലൂയ 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 പാടും ഞാൻ. വീട്ടുകാർ പലരും പിരിഞ്ഞു പോയി, കൂട്ടുകാർ പരിഹസിച്ചു. പരിചിതരും വഴി മാറിപ്പോയി, പരനെന്നെ കൈവിട്ടില്ല. വീട്ടുകാർ പലരും പിരിഞ്ഞു പോയി, കൂട്ടുകാർ പരിഹസിച്ചു. പരിചിതരും വഴി മാറിപ്പോയി, പരനെന്നെ കൈവിട്ടില്ല. ഹല്ലേലൂയ 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 പാടും ഞാൻ. ഹല്ലേലൂയ 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 പാടും ഞാൻ. ഈ ലോകത്താങ്ങുകൾ നീങ്ങിപ്പോകുമ്പോൾ ഈശ്വരനത്താണിയ തള്ളുകില്ലവനെന്നെ ഒരു നാളുമേ, താതനെ പോൽ കരുതും. ഈ ലോക
ലോകത്താങ്ങുകൾ നീങ്ങിപ്പോകുമ്പോൾ ഈശ്വരനത്താണിയാ തള്ളുകില്ലവനെന്നെ ഒരു നാളുമേ നാഥനെ പോൽ കരുതും. ഹല്ലേലൂയാ 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 പാടും ഞാൻ. 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 താങ്ക് യു. എനിക്ക് ബ്രദർ മനോഹരമായ 2 പാട്ടുകൾ കേൾക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം തളരുമ്പോൾ നമുക്ക് ആശ്രയമായിരിക്കുന്നത് ദൈവമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുകൊണ്ട് മനോഹരമായ പാട്ടുകൾ കേൾപ്പിച്ച പ്രിയദാസനോട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് ദൈവം അവിടുന്ന് ഉപയോഗിക്കട്ടെ, ദൈവത്തിന്റെ കരങ്ങളിൽ വഹിക്കട്ടെ. അടുത്ത നമുക്ക് ഇന്ന് സന്ദേശം നൽകുന്നത് ചിക്കാഗോയിൽ നിന്നും ഡോക്ടർ തോമസ് കുളഞ്ഞയിൽ ആണ്. അവരുടെ ഈ മെസ്സേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം കൂടുവാൻ ദൈവം ഇടയാക്കുന്നതിനാൽ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത പ്രിയ സഹോദരിമാരോട്, വിശേഷാൽ ഷിബ സിസ്റ്ററിനോട് ഞാൻ നന്ദിയുള്ളവനാണ്. ഇതിൽ സ്ഥിരമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പലരും ഇന്നിവിടെ കാണും എന്ന് ഞാൻ കരുതുകയാണ്. നല്ല അനുഗ്രഹമായ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള മീഡിയയിൽ കൂടെ നടത്തുവാൻ കർത്താവ് ഇടയാക്കുന്നതിനാൽ സ്തോത്രം. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ദൈവം അങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. അപ്പോൾ ഈ കോവിഡിൻ്റെ സമയം വളരെ പ്രയാസമുള്ള സമയങ്ങളായിരുന്നല്ലോ. 2 വർഷത്തോളം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒക്കുകയില്ല, മറ്റുള്ളവരെ കാണാൻ ഒക്കുകയില്ല, യാത്ര ചെയ്യാൻ പ്രയാസം, ഇങ്ങനെയൊക്കെയുള്ള അതുകൂടാതെ മരണഭീതി ഒക്കെയും ലോകമെമ്പാടും മനുഷ്യൻ പിന്നെ കടന്നുപോയി. എന്നാൽ അതിൽ നിന്ന് പുതിയതായിട്ടുള്ള നിലകളിൽ ദൈവത്തെ സ്തുതിപ്പാനും ദൈവമക്കളുമായി കൂടി വരുവാനും ദൈവവചനം പ്രഘോഷിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ഉള്ള അവസരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് ഇടയായി. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രവർത്തനമാണ് ഈ സൂം മീറ്റിങ്ങിൽ കൂടെയൊക്കെയും നടക്കുന്നത്. വളരെ ഫലപ്രദമായ മിനിസ്ട്രീസ് ഇങ്ങനെ നടക്കുന്നു. നമ്മുടെ സിസ്റ്റേഴ്സിനും ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുവാനായി കർത്താവ് അവസരങ്ങൾ കൊടുത്തത് പിന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഈ ന്യൂ ഇയറിൽ നിങ്ങൾ നാട്ടിൽ കേരളത്തിലുള്ളവർ ഒരു പക്ഷെങ്കിൽ പിന്നെ ന്യൂ ഇയർ സർവീസോ ഇല്ലെങ്കിൽ 31-ാം തീയതി നൈറ്റുള്ള പ്രാർത്ഥനയൊക്കെ അറ്റൻഡ് ചെയ്ത് ഈവനിങ്ങിൽ ഇപ്പോൾ ആയപ്പോഴും ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഉറക്കമൊക്കെ വരുന്ന സമയമായിരിക്കാം. നിങ്ങൾക്ക് ന്യൂ ഇയർ ഓൾമോസ്റ്റ് ന്യൂ ഇയറിൻ്റെ പകുതിയിൽ കൂടുതലായി. എനിക്ക് ന്യൂ ഇയർ തുടങ്ങിയതേ ഉള്ളൂ, എന്ന് പറഞ്ഞാൽ രാവിലെ. അപ്പോൾ നമുക്ക് പിന്നെ നമ്മളിവിടെ പർപ്പസ്ഫുള്ളിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ അനുഗ്രഹമായിരിക്കാനായിട്ട് പിന്നെ ദൈവമിടയാക്കട്ടെ. പാട്ട് പാടിയ പ്രിയ ഹാപ്പിയെ നിങ്ങൾക്ക് പലർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പാട്ടുകളൊക്കെയും പെട്ടെന്ന് പഠിക്കുന്ന ഒരു സഹോദരനാണ്. എൻ്റെ കസിൻ്റെ ഹസ്ബൻഡുമാണ്. എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. എന്നാൽ ഇന്നത്തേക്ക് ഈ ഇതിൽ പാടാനായി ഞാനല്ല അദ്ദേഹത്തെ ക്ഷണിച്ചത്. ഞാൻ ഇന്നലെ മിനിങ്ങാന്നാണ് അറിഞ്ഞത്. അപ്പോൾ അദ്ദേഹം എൻ്റെ 2 പാട്ടുകൾ പാടുന്നു എന്ന് കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ 2 പാട്ടുകളുടെ ഒരു ചെറിയ മുഖവര പറഞ്ഞിട്ട് ഞാൻ ദൈവവചനത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
നല്ലൊരു നാഥനെ കണ്ടു ഞാൻ എന്നാന്മ രക്ഷകനെ എന്ന് ഉള്ള പാട്ട് 1982 ഏപ്രിൽ മാസം സ്വരാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെസ്റ്റ് ബംഗാളിൽ ഞാൻ അവിടെ വെച്ച് എഴുതിയ ഒരു ഗാനമാണ്. 2 വർഷത്തെ എൻ്റെ പഠനത്തിന് ശേഷം ഗ്രാജുവേഷൻ്റെ സമയമായി. 2 ദിവസത്തിനുള്ളിൽ ഗ്രാജുവേഷൻ നടക്കും. എന്നാൽ എനിക്ക് ഗ്രാജുവേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായി. കാരണം കംപ്ലീറ്റ് ഫീസ്, സ്കൂളിന് കൊടുക്കാനുള്ള ഫീസ് എല്ലാം അടച്ചെങ്കിൽ മാത്രമേ ഗ്രാജുവേഷൻ അനുവദിക്കുള്ളൂ. അപ്പം ഈ ഫീസ് അടയ്ക്കാത്തവരുടെ പേരുകളൊക്കെ എല്ലാവർക്കും കാണുന്നവരെ ഒരു നോട്ടീസ് ബോർഡിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രയാസമായി തോന്നി. ഞാൻ പെട്ടെന്ന് വളരെ പരിചയമുള്ള ഒരു സഹോദരൻ്റെ അടുക്കിലേക്ക് പോയി. അദ്ദേഹത്തിന് പിന്നെ സാമ്പത്തിക ചുറ്റുപാടുള്ള ആളാണ്. അവിടെ ഒരു സ്കൂളൊക്കെ നടത്തുന്നു, ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു സഹോദരൻ. ഞാൻ ചെന്ന് എൻ്റെ ആവശ്യം പറഞ്ഞു. എനിക്കൊരു 200 രൂപ വേണം, എനിക്ക് ഫീസ് കൊടുക്കാനായിട്ടാണ്. ഞാൻ നാട്ടിൽ ചെന്ന് അവിടെ തിരിച്ച് അയച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ എനിക്ക് അവിടുന്ന് സഹായം ലഭിച്ചില്ല. വളരെ പ്രയാസത്തോടു കൂടി ഞാൻ ക്യാമ്പസിലേക്ക് വന്നു. ഊണിൻ്റെ സമയമാണ്, ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ സമയമാണ്. പോകണോ, ഡൈനിങ് ഹാളിൽ പോകണോ എന്നുള്ള പ്രയാസം, എല്ലാം ചിന്ത എനിക്ക് മനസ്സിൽ കൂടെ കടന്നുപോയി. ക്യാമ്പസിൽ കൂടെ അല്പനേരം നടന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഡൈനിങ് റൂമിൽ പോയി ആഹാരം കഴിച്ചു. ഞാൻ തിരിച്ച് എൻ്റെ റൂമിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഒരു പ്രൊഫസർ എന്നെ കൈകൊട്ടി വിളിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂടെ കടന്നു ചെല്ലാനായിട്ട് പറഞ്ഞു. ഞാൻ ഊണ് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കടന്നു ചെന്നു. അദ്ദേഹത്തിൻ്റെ മെയിൻ എൻട്രൻസ് റൂമിൽ ഒരു സൈഡിൽ ഒരു 3-4 ടേബിൾസ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ ടേബിൾസിലെല്ലാം പല പേപ്പേഴ്സുകൾ വെച്ചിരിക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, യു മേ ഫൈൻഡ് യുവർ നെയിം ഇൻ ദോസ് ലിസ്റ്റ്, റൈറ്റ് യുവർ നെയിം ആൻഡ് പുട്ട് യുവർ സിഗ്നേച്ചർ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കി ഒന്ന് കണ്ടു, രണ്ടാമത്തെ പേര് കണ്ടു, മൂന്നാമതൊരിടത്ത് വേറൊരു പേപ്പർ കണ്ടു, നാലാമതൊരിടത്ത് പേപ്പർ കണ്ടു, അഞ്ചാമത് വേറൊരു പേപ്പർ കണ്ടു, ആറാമതൊരിടത്തും കണ്ടു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം സ്പെഷ്യൽ പ്രൈസസ് കിട്ടുന്ന, പിന്നെ അവാർഡുകൾ കിട്ടുന്ന, പിന്നെ ഇതാണ് കോളേജ് ചൂസ് ചെയ്ത് ചില സ്പെഷ്യൽ അവാർഡ്സ് അവർ കൊടുക്കുന്ന കൂട്ടത്തിൽ എൻ്റെ പേരും വന്നു. 6 അവാർഡ്സ് കിട്ടി. അപ്പം അതുകൂടാതെ പിന്നെ അദ്ദേഹം പറഞ്ഞു, ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദി ഹിസ്റ്ററി ഓഫ് സെരാമ്പൂർ കോളേജ്, സെരാമ്പൂർ കോളേജിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഇവിടുത്തെ ഇതിൻ്റെ ട്രസ്റ്റീസ് ഒരു ക്യാഷ് അവാർഡ് അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ ക്യാഷ് അവാർഡും നിനക്ക് ലഭിക്കുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളിത് കൊടുക്കുന്നത്. 500 രൂപയുടെ ഒരു ക്യാഷ് അവാർഡ് നിനക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. എനിക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അല്പമണിക്കൂറുകൾക്ക് മുമ്പേ വിഷാദനായി ഞാൻ സഹായത്തിന് വേണ്ടി ഒരാളെ അടുക്കൽ ചെന്നു. എന്നാൽ എനിക്ക് സഹായം ലഭിച്ചില്ല. എന്നാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത നിലയിൽ ദൈവം തൻ്റെ വഴികളെ എനിക്ക് വേണ്ടി ഒരുക്കി. ഞാൻ തിരിച്ച് എൻ്റെ ക്യാമ്പസിലേക്ക് പോയി. ക്യാമ്പസിൽ കൂടെ നടക്കാൻ തുടങ്ങി. ദൈവം എൻ്റെ നാവിൽ തന്ന വാക്കുകളാണ്, നല്ലൊരു നാഥനെ കണ്ടു ഞാൻ എന്നാത്മരക്ഷകനെ, അല്ലൽ അകന്നിന്ന് പാടി സ്തുതിപ്പാൻ നല്ലൊരു രക്ഷകനെ, കണ്ടെത്തിയ ആശ്വാസം തന്നിലതാൽ ഞാൻ ഭാഗ്യവാൻ എന്നിവത്തിൽ, മാഞ്ഞിടും മഞ്ഞു തൂവെയിലെന്ന പോൽ മാനസഖേദങ്ങൾ. അതാണ് ആ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട്. 2006 ഞാൻ പ്രതീക്ഷിക്കാത്ത നിലയിൽ ഭാരിച്ചതായിട്ടുള്ള പ്രയാസം എൻ്റെ ഭവനത്തിൽ മേൽ വന്നു. എങ്ങനെ ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവും എന്ന് അറിയാതെ പ്രയാസപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ അരുൾപ്പാടുകൾ, അവന്റെ പ്രോമിസുകളിൽ വിശ്വസിച്ചു. ഹി ഹു കോൾ യു ഈസ് ഫെയ്ത്ത്ഫുൾ. എൻ്റെ ഉപനതി അവൻ കാക്കും. എനിക്ക് ദൈവവചനത്തിൽ വിശ്വസിക്കുവാൻ വകയുണ്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. എനിക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചു. ഉച്ച കഴിഞ്ഞ ശേഷമായിരുന്നു. ആ കൗച്ച് ഇപ്പോഴും എൻ്റെ വലത്തു ഭാഗത്ത് ഈ റൂമിൽ ഇരിപ്പുണ്ട്. കൗച്ചിൽ ഞാൻ കിടക്കുകയാണ്, ഉറങ്ങുകയല്ല, ഒരു റെസ്റ്റ് എടുക്കാനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് തന്ന വരികളാണ്, എല്ലാറ്റിനും പരിഹാരം എൻ്റെ വല്ലഭനിൽ കണ്ടു ഞാൻ
തന്നാൽ അസാധ്യമായ ഒന്നുമില്ല. നന്നായി ഞാൻ അറിഞ്ഞിടുന്നു. ഈ വാക്കുകൾ എഴുതുന്നത് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതിന് മുൻപെയാണ്. വിശ്വാസത്താൽ ദൈവം എനിക്ക് തൻ്റെ വിടുതൽ അയക്കും എന്ന് വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ നിമിഷങ്ങളിൽ എൻ്റെ വചന ശുശ്രൂഷയിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള വസ്തുത ഇതാണ്: ദൈവത്തിൽ ശരണമാക്കിയിരിക്കുന്ന ജനത്തെ നടത്തുക, പോറ്റുക, കരുതുക എന്നുള്ള ചുമതല ദൈവത്തിൻ്റെ ചുമതലയാണ്. അത് ദൈവം കാലാകാലങ്ങളായി ചെയ്യുകയും അത് ദൈവജനങ്ങൾക്ക് വളരെ ഉത്തേജനമായി അത് കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ അത് പറയാനായിട്ട് കഴിയും. ദൈവം എനിക്ക് സഹായകനായിരുന്നു, ദൈവം എന്നെ നടത്തി, ദൈവം എന്നെ വഴി നടത്തി, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ ഒരു ദൃഢമായ വിശ്വാസമാണ് നമുക്ക് ഇന്ന് ഈ ഒരു പുതുവർഷത്തിൽ ആവശ്യമായിരിക്കുന്നത്. ഈ 2026 നാം കാൽവച്ചിരിക്കുന്ന ഈ സമയത്ത് വരുന്ന ദിവസങ്ങളിൽ നാം ഇതാണ് വിശ്വാസത്തോടു കൂടി പ്രവർത്തിപ്പാനായില്ല, വിശ്വാസത്തോടു കൂടി നാം ചെയ്യുവാനായിട്ട് പോകുന്നത്. ദൈവം എന്നെ നടത്തും, ഈ ഒരു പുതുവർഷത്തിൽ ആവശ്യമായ കൃപ എനിക്ക് തരും, ഞാൻ അവനുള്ള വിശ്വാസത്തിൽ ദൃഢമായി നിൽപ്പാനായി ദൈവകൃപയ്ക്കായി യാചിക്കും, ഓരോ ദിവസവും അവന് വേണ്ടി ജീവിക്കും. അപ്പോൾ ആ നിലകളിൽ നമ്മുടെ മനസ്സ് ഒരുക്കമുള്ളവരായിട്ട് ഇന്ന് പകൽക്കാലം തുടർന്നുള്ള അല്പനിമിഷങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചില ഒരു വേദഭാഗം ചിന്തിപ്പാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ മലയാളത്തിൽ പാട്ടുകൾ എഴുതുമെങ്കിലും മലയാളം ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും മലയാളം എന്നെ അറിയാവുന്നവർക്ക് അറിയാം, മലയാളം എനിക്ക് അങ്ങനെ പ്രസംഗിച്ച് ഉള്ള പരിചയമില്ല. മലയാളം ബൈബിളും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. എങ്കിലും എന്നാൽ കഴിവുന്ന നിലയിൽ മലയാളം ബൈബിളും ഒക്കെ ഉപയോഗിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായി നമ്മുടെ ടെക്സ്റ്റ്, ഇന്നത്തെ ആലോചനയ്ക്കായിട്ടുള്ള ടെക്സ്റ്റ് വായിക്കാം. അതായത് സംഖ്യാപുസ്തകം 6-ാം അധ്യായം, 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. നമ്പേഴ്സ് ചാപ്റ്റർ 6, 22-27. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്: നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനായിക്കട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവകർത്താവേ, നിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നിന്റെ വചനത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അവിടുത്തെ വചനം ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ആവശ്യമാകുന്ന സന്ദേശം അവിടുന്ന് നൽകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം അനുസരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സ് തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ആമേൻ. Thank you. സോറി, ഞാൻ എൻ്റെ ഒരു പവർ പോയിന്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നോക്കുകയാണ്.
Okay, I hope it is clear to you. എല്ലാവർക്കും കാണാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. Yes. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു തീം നമ്മുടെ ഈ ആലോചനയ്ക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഗ്രേസ് ഫോർ ദി ന്യൂ ഇയർ എന്നാണ്. ഗ്രേസ് ഫോർ ദി ന്യൂ ഇയർ. ഈ ന്യൂ ഇയറിൽ നമുക്ക് ആവശ്യമാകുന്ന ദൈവ കൃപ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വായിച്ചു കേട്ട വേദഭാഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ദൈവം മോശയിൽ കൂടെ അഹരോനും തന്റെ മക്കൾക്കും കൊടുത്തതായിട്ടുള്ള ഒരു അരുളപ്പാടാണ്. അവരുടെ മിസ്രയീം മക്കളുടെ മരുഭൂമി യാത്രയിൽ അവര് കനാനിലേക്ക് പോകുന്നതായിട്ടുള്ള അവരുടെ യാത്രാ മധ്യത്തിൽ ദൈവത്തിന്റെ കരുതലും പരിപാലനവും അനുഗ്രഹവും അവർക്കുണ്ട് എന്ന് ഉള്ള ആ വസ്തുത ദൃഢമായി അവരെ അറിയിക്കുവാനായിട്ടുള്ള ഒരു മുഖാന്തരമായിട്ടാണ് ഈ അനുഗ്രഹങ്ങളെ അവർക്ക് കൊടുക്കണം എന്ന് ദൈവം മോശയിൽ കൂടെ അഹരോനെ അറിയിക്കുന്നത്. അപ്പോൾ ഈ ഒരു വേദഭാഗം ജനറലി അറിയപ്പെടുന്നത് ദി ആരോണിക് ബെനഡിക്ഷൻ അല്ലെങ്കിൽ അഹരോന്റെ അനുഗ്രഹങ്ങൾ എന്നാണ്. ഇത് അഹരോൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം ആണെങ്കിലും വാസ്തവത്തിൽ ഇത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാനായിട്ട് പറ്റും. അഹരോന് ഒരു മുഖാന്തരമായിരിക്കുന്നുള്ളൂ. ഒരു പ്രീസ്റ്റ് എന്നുള്ള നിലയിൽ അഹരോന് തൻ്റെ ജനത്തിന് അനുഗ്രഹമായി നൽകുന്ന വചനങ്ങളാണ് നമ്മുടെ മുൻപാകെ ഉള്ളത്. എന്നാൽ ഈ അനുഗ്രഹം ദൈവമായ യഹോവയിൽ നിന്ന് വരുന്നതാണ്. യഹോവയാണ് ഇസ്രായേലിനെ കാക്കുന്നത്. യഹോവയാണ് ഇസ്രായേലിന് കരുണ കാണിക്കുന്നത്. യഹോവയാണ് ഇസ്രായേലിന് സമാധാനം നൽകുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വസ്തുത ജൂയിഷ് ട്രഡീഷനിലും ക്രിസ്ത്യൻ ട്രഡീഷനിലും ഉപയോഗിക്കാറുണ്ട്. അനേക സെഞ്ചുറീസിലായിട്ട് ഈ ഒരു വേദഭാഗം ക്രിസ്ത്യൻ സർവീസിലും ജൂയിഷ് സർവീസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഇടയിൽ ഒരു പക്ഷെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് അധികമായിട്ടൊന്നും ഉപയോഗിച്ച് കാണാറില്ല. അറ്റ്ലീസ്റ്റ് ഞാനൊരു മെസ്സേജസ് ഒന്നും അങ്ങനെ കേട്ടിട്ടില്ല. ഞാൻ ആശീർവാദം സഭകളിലൊക്കെ പ്രായമുള്ളവരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ അഹരോന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായ പ്രസംഗങ്ങളൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉള്ളടക്കങ്ങൾ ഒന്ന് ചിന്തിക്കാൻ ആണ് ഞാൻ ഈ സമയം എടുക്കുന്നത്. ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ തൻ്റെ ജനത്തിന് നൽകുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ദൈവാനുഗ്രഹങ്ങൾ എന്ന് പറയുന്നതിൽ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തെ കാട്ടുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ഗാഡ്സ് ക്യാരക്ടർ ഈസ് എവിഡന്റ് ഇൻ ഗാഡ്സ് ബ്ലെസ്സിങ്സ്. അപ്പോൾ വേദപുസ്തകം നമ്മൾ പൊതുവെ നോക്കിയാൽ അല്ലെങ്കിൽ ധാരാളം അനുഗ്രഹങ്ങൾ വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. പല ബെനഡിക്ഷൻസ് ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് തൻ്റെ ലേഖനങ്ങൾ എഴുതുമ്പോൾ ദൈവകൃപയെയും ദൈവസ്നേഹത്തെയും ഓർപ്പിച്ച് ഗ്രീറ്റ് ചെയ്യുകയും അത് കൺക്ലൂഡ് ചെയ്യുന്ന എല്ലാ എപ്പിസോഡിലും അല്ല, അത് കൺക്ലൂഡ് ചെയ്യുന്ന ചില എപ്പിസോഡുകളിൽ ദൈവസ്നേഹത്തെയും ക്രിസ്തുവിന്റെ കൃപയെയും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനെയും ഒക്കെ ചേർത്തുള്ള ഒരു ബെനഡിക്ഷൻ പറഞ്ഞാണ് ആ ലേഖനങ്ങൾ നിർത്തുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റിലും അതുപോലെ നമ്മൾ പല ബ്ലെസ്സിങ്സുകൾ കാണുവാനായിട്ട് ഇടയാകുന്നു. ഇവിടെയുള്ള ഈ ടെക്സ്റ്റുകളിലൊക്കെയും ദൈവത്തിന്റെ സ്വഭാവം, അവന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവന്റെ ധാർമ്മിക സ്വഭാവം, അവന്റെ മോറൽ ക്യാരക്ടർ റിവീൽ ചെയ്തതാണ്. മോറൽ ക്യാരക്ടർ സച്ച് ആസ് love, mercy, compassion, faithfulness, goodness, truthfulness, all those things are the characters of God, and God demonstrates that through his blessings.
രണ്ടാമത് നമുക്ക് അറിയാനായിട്ട് കഴിയുന്ന വേറൊരു കാര്യം, ദൈവീക അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രോമിസസിനോട് ടൈ ചെയ്താണ്. ഗാഡ്സ് പ്രോമിസസ് ആർ ടൈഡ് ടു ഗാഡ്സ് ബ്ലെസ്സിങ്സ്. ഓക്കെ, പ്രോമിസസ് മലയാളം ആരെങ്കിലും സഹായിക്കാമോ? മലയാളത്തിൽ ദൈവിക വാഗ്ദാനങ്ങൾ. ഓക്കെ, താങ്ക് യു. അപ്പം ദൈവിക വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ബ്ലെസ്സിങ്ങുകളുമായിട്ട് ജോയിൻ ചെയ്തതാണ്. അത് ഒരുമിച്ച് പോവും. ഓക്കെ, ദൈവം വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ അവന്റെ ബ്ലെസ്സിങ്സ് ആയിട്ട് തന്റെ ജനത്തിന് അവൻ കൈമാറും. അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഈ ഇതിനെക്കുറിച്ച്, അല്ലെ വാഗ്ദത്തങ്ങളെ കുറിച്ച്, ദൈവിക സ്വഭാവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ലെമന്റേഷൻസ് 3:22-23 വാക്യങ്ങൾ നമ്മളോട് വായിക്കുന്നുടനെ നമ്മളോട് വായിക്കുന്നു, നാം മുടിഞ്ഞു പോവാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, രാവിലെയും പുതിയതും തന്റെ വിശ്വസ്തത വലിയതും ആകുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ സ്വഭാവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. വേറൊരു വസ്തുത എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയെ കാണിക്കുന്നതാണ് ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ ബ്ലെസ്സിങ്സും ഒരുമിച്ച് പോകുന്നു. ഹാൻഡ് ഇൻ ഹാൻഡ് ദേ ഗോ ടുഗദർ. അപ്പോൾ നമുക്ക് ദൈവ അനുഗ്രഹങ്ങളെ കുറിച്ച് ഇവിടെ ചിന്തിക്കുന്ന അവസരത്തിൽ അഹ്റോനിൽ കൂടെ ദൈവം നൽകുന്ന ആദ്യത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, ദൈവം നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. So this is a request for Lord to keep you and the Lord to show active favor upon you, the Lord to diligently protect you. ദൈവം നിന്നെ പരിപാലിക്കുവാനായിട്ട്, ദൈവം നിന്റെ ജീവിതത്തിൽ ആക്റ്റീവായി തന്നെ പ്രസന്റ് ചെയ്യുവാനായിട്ട് ദൈവം ഇടയാകട്ടെ എന്ന് അഹ്റോൻ തന്റെ ജനത്തിനോട് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വരുന്നത് 2 നിലകളിലാണ്. ഒന്ന് സ്പിരിച്വൽ ബ്ലെസ്സിങ്, രണ്ടാമത് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്. എന്നാൽ ദൈവം തരുന്ന ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ ടോട്ടാലിറ്റി ഓഫ് എവറിത്തിങ് ദാറ്റ് യു നീഡ് ഫോർ ലൈഫ്. അതായത് ജീവിതത്തിന് ആവശ്യമാകുന്ന ആത്മീയമായും ഭൗമികമായിട്ടുള്ള അനുഗ്രഹങ്ങളെ തരുക എന്നുള്ളതാണ് ദൈവത്തിന്റെ സ്വഭാവം. അപ്പോൾ അഹ്റോൻ തന്റെ ജനത്തോട് ഇത് പറയുകയാണ്, ദൈവം യഹോവയായ ദൈവം നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. 2 നിലയിൽ നമുക്ക് ഇതിനെ കാണുവാനായിട്ട് പറ്റും. ഇൻഡിവിജ്വലി ഇത് അഹ്റോൻ നൽകുന്ന ഓരോ ഇസ്രായേലികൾക്കും കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. യഹോവ നിന്നെ വ്യക്തിപരമായി അനുഗ്രഹിക്കട്ടെ. 2, യഹോവ നിങ്ങളെ തൻ്റെ ഒരു ജനമായി കാക്കുമാറാകട്ടെ. ഗെയിൻ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത്, അവര് സ്വസ്ഥമായി ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ഇത്. അവര് തങ്ങളുടെ യാത്രയിലാണ്. അവര് തങ്ങളുടെ വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സമയമാണ്. മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയാണ്. വളരെ ബുദ്ധിമുട്ടും ദുർഘടങ്ങളും ഉള്ളതായിട്ടുള്ള യാത്രയാണ്. ആ യാത്രയിൽ ദൈവം അവരോട് പറയുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് കാക്കും. ഒരു പുതുവർഷത്തിലേക്ക് കടക്കുന്ന നമുക്കും അത് ഇന്ന് കേൾപ്പാനായിട്ട് ഇടയാകുന്നതിനാൽ ദൈവത്തിനെ സ്തുതിക്കാം. ഒരു പുതുവർഷത്തിൽ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം എന്ന് ചോദിച്ചാൽ, ഞാൻ നിന്നെ കാക്കും, ഞാൻ നിന്നെ പരിപാലിക്കും. സെയിന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വലിയ വേദ പണ്ഡിതനും ഒരു ഫിലോസഫറും ഉണ്ടായിരുന്നു. സെയിന്റ് അഗസ്റ്റിന് ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവം തന്റെ സ്നേഹം പ്രകാശിപ്പിക്കുന്ന രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് ഇഫ് യു ആർ ദി ഓൺലി വൺ ദേർ, നാം തനിയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ ലോകത്തിൽ മറ്റാരുമില്ല. ദൈവത്തിന്റെ സ്നേഹത്തിന്
അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്നത് നാം മാത്രമാണ്, നീ മാത്രമാണ് എന്ന നിലയിലാണ്. ഗോഡ് ലവ്സ് ഈച്ച് ഓഫ് us as if there were only one of us. നാം ഏകരായിരിക്കുന്ന നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രം ദൈവം കമ്മിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ദൈവമാണ് എന്നുള്ള നിലയിലാണ് അഗസ്റ്റിൻ ദൈവത്തെക്കുറിച്ചും ദൈവത്തെ സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വാസ്തവമാണ്. ദൈവം അവരെ തിരഞ്ഞെടുത്തു, ദൈവത്തിന് ജനമായി അവരെ തിരഞ്ഞെടുത്തു. അവരെ ദൈവം തൻ്റെ വഴിയിൽ കൂടെ നടത്തി, അവരെ ബോണ്ടേജിൽ നിന്ന് അവരെ രക്ഷിച്ചു, മരുഭൂമിയിൽ കൂടെ അവരെ നടത്തുന്നു. ദിനംപ്രതി ആവശ്യമാവുന്ന എല്ലാം നൽകി ദൈവം അവരെ നടത്തുന്നു. ദൈവത്തിൻ്റെ പരിപാലനവും സ്നേഹവും അവർക്ക് വളരെ വ്യക്തിപരമായി അറിയുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തില് യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് യഹോവയുടെ അനുഗ്രഹം, രണ്ട് യഹോവയുടെ കാവൽ. യഹോവയുടെ കാവൽ, അതായത് ദിനംപ്രതിയുള്ളതായിട്ടുള്ള പ്രൊട്ടക്ഷൻ. എൻ്റെ മനസ്സിൽ കൂടെ വന്ന ഒരു വേദഭാഗം എന്ന് പറയുന്നത് സങ്കീർത്തനം 17:8 വാക്യം. സങ്കീർത്തനം 17:8 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്, ഒരു അപേക്ഷയാണ്. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ നീ കാക്കണമേ. ലോർഡ് കീപ് മീ ആസ് ദി ആപ്പിൾ ഓഫ് യുവർ ഐസ്, ഹൈഡ് മീ ഇൻ ദ ഷാഡോ ഓഫ് യുവർ വിങ്സ്. നിന്റെ ചിറകടിയിൽ നീ എന്നെ കാക്കണമേ. ആ പ്രാർത്ഥന വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെ ഉള്ള ഒരു വിശ്വാസമാണ് നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. ദൈവം എന്നെ കാക്കും, ദൈവം എൻ്റെ പരിപാലകൻ. അപ്പോൾ ദൈവം തൻ്റെ ജനത്തെ കാക്കും, ദൈവം തൻ്റെ ജനത്തെ കരുതുന്നു എന്നുള്ളതിൻ്റെ പ്രകടനമായി, അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡായിട്ട് രണ്ട് വേദഭാഗങ്ങള് സാംസിൽ, അതായത് സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സങ്കീർത്തനത്തില് മിക്കവാറും എല്ലാ സങ്കീർത്തനങ്ങളിലും ദൈവകരുതലിനെ കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് സങ്കീർത്തനങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന് സാം നമ്പർ 23, യഹോവ എൻ്റെ ഇടയനാകുന്നു. അപ്പോൾ ആ ഒരു ഇടയൻ, നല്ല ഇടയൻ എന്നുള്ള ആ ഒരു ഇമേജ് എത്രയോ യുണീക്കായിരുന്നു ചിന്തിച്ചു നോക്കിയായിട്ട്. ഒരു ഇടയൻ തൻ്റെ ആടുകളെ കാക്കുന്നത് പോലെ, മേയ്ക്കുന്നത് പോലെ, അതിനെ ശുശ്രൂഷിക്കുന്നത് പോലെ, അതിനെ ആപത്തിൽ നിന്ന് വിടുവിക്കുന്നത് പോലെ യഹോവ എൻ്റെ ഇടയനായിരിക്കുന്നു. അത് ദാവീദിന് പാടുവാനായിട്ട് കഴിഞ്ഞ, അല്ലെങ്കിൽ അനുഭവത്തിൽ കൂടെ അറിയുവാനായിട്ട് കഴിഞ്ഞ ഒരു സത്യമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു. വേറൊരു സങ്കീർത്തനം നിങ്ങൾക്കറിയാവുന്നത്, എൻ്റെ മനസ്സിൽ വരുന്നത് 121 സങ്കീർത്തനം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം. അതാണോ? അതെനിക്കത് 121 സങ്കീർത്തനം 121 വായിക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. What an assurance is this for the people of God. ദൈവജനത്തിന് ഇതിലപ്പുറമായി എന്ത് അഷുറൻസ് ആണ് ദൈവ കരുതലിനെ കുറിച്ച് ലഭിക്കുവാനായിട്ടുള്ളത്? ഇസ്രായേലിന് ദൈവം കൊടുക്കുന്ന ആദ്യത്തെ ആ അനുഗ്രഹം, ദൈവം അവരെ കരുതും എന്നുള്ളതാണ്. ഇതിനിടയിൽ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്, ഞാൻ ഈ കോവിഡിനൊക്കെ ഒരു 25 വർഷത്തിന് മുൻപ്, കോവിഡ് സംഭവിക്കുന്നതിന് 25 വർഷങ്ങൾക്ക് മുമ്പേ ഞാന് ഒരു ഗാനം എഴുതി.
അത് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്ന് എഴുതിയ ഒരു ഗാനമാണ്. എന്നാൽ കോവിഡ് ഉണ്ടായ ആ സമയത്താണ് ആ പാട്ട് ഞാനത് റെക്കോർഡ് ചെയ്ത് ദൈവജനങ്ങളുടെ മുൻപാകെ അത് കൊണ്ടുവരുന്നത്. അപ്പോൾ പലരും എനിക്ക് എന്നോട് എഴുതി ചോദിച്ചു, ബ്രദറെ, കോവിഡിന് വേണ്ടി എഴുതിയ പാട്ടാണോ, കോവിഡ് സമയത്ത് എഴുതിയ പാട്ടാണോ ഈ പാട്ടെന്ന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒരു പക്ഷെങ്കിൽ അത് ശരിയാണ്. കോവിഡ് സമയത്തിന് വേണ്ടി ദൈവം ഒരു 25 വർഷത്തിന് മുൻപാകെ എനിക്ക് തന്ന ഒരു ആലോചനയിൽ ഞാൻ എഴുതിയ ഒരു പാട്ടാണ്. അപ്പൊ ഇതിന് 25 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. എങ്കിലും അതിലെ വാക്കുകളുണ്ടല്ലോ, ഈ കോവിഡ് സമയത്തിന് വളരെ ഫിറ്റായിട്ടുള്ള വാക്കുകളാണ്. അത് ദൈവം തന്നതായിട്ടുള്ള ചില ആലോചനകളാണ് എന്ന് ഓർക്കുകയാണ്. അതിൻ്റെ അകത്തുണ്ടായിരുന്ന 1-2 വാക്കുകൾ. എന്നും നിൻ കരങ്ങളിൽ എന്നെ നീ വഹിക്കുന്നതാൽ ഒന്നും ഭവിക്കുകയില്ല എനിക്ക്. സർവശക്തനാം നിൻ ചിറകിൻ കീഴിൽ സന്തതം ഞാൻ വസിച്ചിടും. അപ്പോൾ ആ വളരെ ഭയാനകമായ അന്തരീക്ഷത്തിൽ നമുക്ക് ആവശ്യമായിരുന്നത് ദൈവ കരുതലാണ്. അവൻ തൻ്റെ കരങ്ങളിൽ നമ്മളെ വഹിക്കുക എന്നുള്ള ഉറപ്പാണ്. അതാണ് ദൈവം തൻ്റെ ജനത്തിന് നൽകിയത്. ഈ ഒരു പുതുവർഷത്തിലും അത് തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ദൈവം നമ്മെ കരുതും, അവൻ കൈവിടുകയില്ല, അവൻ ആവശ്യമായ കൃപ തന്ന് നമ്മെ നടത്തും. രണ്ടാമതായി അഹ്റോൻ നൽകുന്നതായിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനായിരിക്കട്ടെ. യഹോവ നിന്നോട് കൃപ ഉള്ളവനായിരിക്കട്ടെ. ഇവിടെ ദൈവ കൃപയ്ക്ക് വേണ്ടിയുള്ളൊരു യാചനയാണ്, അല്ലെങ്കിൽ ദൈവ കൃപയെ അശ്വർ ചെയ്യുന്നതായിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കരുണയുള്ളവനാകും. അപ്പോൾ ദൈവത്തിൽ നിന്ന് തൻ്റെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് ദൈവ കരുണ. വേദപുസ്തകത്തിൽ ഒരു പ്രധാന അടിസ്ഥാനമായ ഒരു വാക്കാണ് ഗ്രേസ് എന്ന് പറയുന്നത്, ദൈവ കരുണ. വാസ്തവത്തിൽ നമ്മുടെ ജീവിതം മുഴുവനും ദൈവ കരുണയിൽ അടിസ്ഥാനപ്പെട്ടുള്ളതാണ്. ദൈവ കരുണയാണ് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ദൈവ കരുണയാണ്, അല്ലെങ്കിൽ ദൈവ കൃപയാണ് നമ്മെ രക്ഷിച്ച് തൻ്റെ മക്കളാക്കി തീർത്തത്. ദൈവ കൃപയാണ് നമുക്ക് ഓരോ ദിവസവും ജീവിപ്പാനായി ദൈവം തരുന്നതായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത്. ദൈവ ഫേവർ, ദൈവികമായിട്ടുള്ള ദൈവത്തിൻ്റെ ഡിവൈൻ ഫേവർ. ഇസ്രായേലിന് അവരുടെ മരുഭൂമി യാത്രയിൽ ഈ ദൈവകൃപ വളരെ ആവശ്യമായിരുന്നു. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ വളരെ ഭയങ്കരമായ പ്രയാസകരമായ പാതകൾ കൂടെ എന്ന് അവരുടെ ഉദ്ദേശ സ്ഥലത്ത് എത്തും എന്നറിയാതെ യാത്ര ചെയ്യുന്ന ഈ ജനത്തോട് ദൈവം പറയുകയാണ്, എൻ്റെ തിരുമുഖം നിന്റെ മേൽ പ്രകാശിക്കും, ഞാൻ നിന്നോട് കരുണ കാണിക്കും. സോ ഗാഡ് ഈസ് അബണ്ടന്റ് ഇൻ ഹിസ് ഗ്രേസ്. കരുണയിൽ വളരെ ധന്യനായവനാണ് നമ്മുടെ ദൈവം. വളരെ കരുണ, ഗ്രേറ്റ് ഗ്രേസ് ഹി ഡിസ്പ്ലേസ്. വളരെ കരുണ തൻ്റെ ജനത്തോട് കാണിക്കുന്നവനാണ് ദൈവം. ദൈവം ആർദ്രതയുള്ളവനാണ്. തൻ്റെ ഇടപാടുകളിൽ, തൻ്റെ മക്കളോടുള്ള തൻ്റെ ഇടപാടുകളിൽ ദൈവം കരുണയോടുകൂടെ അവരെ സമീപിക്കുന്നവരാണ്. അവരുടെ പാവങ്ങൾക്ക് പരിഹാരം നൽകുന്നവനാണ്. അവരുടെ പാവങ്ങളെ കണക്ക് കൂട്ടാതെ അവരുടെ നന്മയ്ക്ക് വേണ്ടി കരുതുന്നവനാണ് ദൈവം. യഹോവ അങ്ങനെ കരുണയുള്ളവനായിരിക്കുന്നവൻ എന്ന് അഹ്റോൻ തൻ്റെ ജനത്തെ ഓർപ്പിക്കുകയാണ്. യഹോവ കൃപയും കരുണയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയവും ഉള്ളവൻ തന്നെ. സങ്കീർത്തനം 5:12 നാം ഇപ്രകാരം വായിക്കുന്നു, യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിചയ കൊണ്ടെന്ന പോലെ നീ അവനെ മറയ്ക്കും. നീതിമാനെ ദൈവം അനുഗ്രഹിക്കും, പരിചയം എന്നതുപോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. നാം വേറൊരു വാക്യം നമ്മൾ വായിക്കുന്നത്
സദൃശവാക്യങ്ങൾ 12:2 ഇപ്രകാരം വായിക്കുന്നു: നന്മ ചെയ്യുന്നവൻ കർത്താവിൽ നിന്ന് ദയ നേടും, വഞ്ചകനോ കർത്താവ് ശിക്ഷിക്കും. God promises his grace and mercy to those who live their lives built upon him and his word. The one who does good. കരുണ ചെയ്യുന്നവനെ അനുഗ്രഹിക്കുന്നതിനാണ് ദൈവം. അങ്ങനെയുള്ളവർക്ക് ദൈവം കരുണ അയക്കും. ദയയും വിശ്വസ്തതയും പാലിക്കുന്നവർക്ക് ദൈവം തന്റെ ദയയും വിശ്വസ്തയും കാട്ടിക്കൊടുക്കും. അപ്പോൾ ഇത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഇസ്രായേലിന് അഹ്റോൻ നൽകുന്നത്. ഈ ഒരു ന്യൂ ഇയറിൽ above all that we ask for, what we need, ദൈവകൃപയാണ് നമുക്ക് ആവശ്യം. നാം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നാം സമ്പാദിക്കാൻ പോകുന്ന നമ്മുടെ പണമോ നമ്മുടെ മറ്റുള്ള സമ്പാദ്യങ്ങളോ ഒന്നും നമ്മളെ നിലനിർത്തിയില്ല. യു ആർ ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്. സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പൗലോസ് തന്റെ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ ഓഫൺ ആ ലേഖനങ്ങളുടെ ആരംഭത്തിൽ ദൈവകൃപയെ ഓർപ്പിച്ചിട്ടാണ് അവരെ ഗ്രീറ്റ് ചെയ്യുന്നത്. തൻ്റെ ലേഖനങ്ങൾ നിർത്തുന്ന സമയത്ത് കരുണയെ ഓർപ്പിച്ചിട്ടാണ് തൻ്റെ പ്രബോധനങ്ങൾ നിർത്തുന്നത്. ദൈവകൃപ. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, ഒരു പക്ഷേ ഈ ഒരു പ്രാക്ടീസ് നമ്മുടെ അസംബ്ലിയിലൊക്കെ കാണുമായിരിക്കുമല്ലോ. നമ്മുടെ സർവീസ് ഒക്കെ നടന്ന് കഴിയുന്ന സമയത്ത് ഒരു ആശീർവാദം പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. മക്കളെ മ്യൂട്ടായി. ഓക്കെ, ഇപ്പം കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, എൻ്റെ കണ്ണ് കാണുന്നത് കൊണ്ട് എനിക്ക് എൽസി ആൻറ്റി അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു ആംഗ്യം കാണിക്കുന്നപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ കഴിയുന്നില്ലെന്ന്. താങ്ക് യു എൽസി ആൻറ്റി. അപ്പോൾ ദൈവം നമുക്ക് ഈ പുതുവർഷത്തിൽ തരുന്നതായിട്ടുള്ള ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവകൃപയാണെന്ന് ഞാൻ ഓർപ്പിച്ചുവല്ലോ. അപ്പോൾ ഈ കൃപയാണ് നമ്മെ നിർത്തുന്നത് എന്ന് പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൊക്കെയും കാണിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പൊ നമ്മുടെ അസംബ്ലികളിലൊക്കെ ഈ ആശീർവാദങ്ങൾ പറയുന്നതിന്റെ കാര്യം എന്താ? അതൊരു ചടങ്ങാണോ? അതില് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു പക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് കാണുമല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധന്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളുടെ ഇന്നു മുതൽ ഇന്നേക്കും ഇരിക്കുമാറാകട്ടെ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇതൊരു റിച്വൽ ആണോ? അതോ ഇതില് അതിലും ഉപരിയായി എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ ആൻസർ ഉണ്ട് എന്നുള്ളതാണ്. നിരന്തരമായി ദൈവ പൈതലിന് അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ദൈവ കൃപയും ദൈവ സ്നേഹവും ദൈവ നടത്തിപ്പും പരിപാലനവും. നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയം മാത്രമല്ല, നമുക്കെല്ലാം അറിയാം കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അത് വാസ്തവമാണ്. എന്നാൽ നമ്മുടെ കൃപയുടെ അനുഭവം ആ രക്ഷയുടെ ആ ഒരു ദിവസം കൊണ്ട് മാത്രം തീരുന്നതല്ല. ദിനംതോറും നമ്മെ കൃപയിൽ ദൈവം നടത്തുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് ദൈവം തന്നെ കൃപ തരികയാണ്. പൗലോസ് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള നീഡിന്റെ അവസരത്തിൽ താൻ ദൈവത്തോട് തൻ്റെ ശരീരത്തിൽ ദൈവം അനുഭവിച്ചതായിട്ടുള്ള ക്ലേശങ്ങളെ മാറ്റുവാനായി, മുള്ളിനെ മാറ്റുവാനായി നിനക്ക് കഴിയുമെങ്കിൽ ചെയ്യണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച സമയത്ത് പൗലോസ് കേട്ട വാക്ക് ഇതാണ്: എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി, മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു. അപ്പോൾ ആ ഒരു ദൈവിക വാഗ്ദാനം റിസീവ് ചെയ്യുവാനായിട്ട് ദൈവം നമുക്ക് ഇന്ന് ഇടയാക്കട്ടെ. സോ ഐ ആം മൂവിങ് അവേ ഫ്രം ദി സെക്കൻഡ് ബ്ലെസ്സിങ്, വിച്ച് ഈസ് ഗാഡ്സ് ഗ്രേസ്, ദൈവ കൃപ. മൂന്നാമതായിട്ട് അഹ്റോന്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം
നൽകുമാറാകട്ടെ. ദൈവിക സമാധാനം, ദൈവത്തിന്റെ ഫേവർ നിന്നോടുകൂടി ഇരിക്കും. അതോടുകൂടി ദൈവത്തിന്റെ സമാധാനം ദൈവം നിനക്ക് തരുമാറാകട്ടെ. അത് ഹീബ്രു വാക്ക്, ആ സമാധാനം എന്നുള്ളത് ബിബ്ലിക്കൽ സ്കോളേഴ്സും ബൈബിളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്, ഹീബ്രു ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത് ഷാലോം എന്നുള്ള വാക്കാണ്. ഷാലോം. ഈ ഷാലോം എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ നിലയിലുള്ള സമാധാനം എന്നുള്ളതല്ല. എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടായി, അല്ലെങ്കിൽ എനിക്കിന്നൊരു അല്പം റെസ്റ്റ് ഉണ്ട് എന്നുള്ള നിലയിലുള്ളൊരു സമാധാനം മാത്രമല്ല, അല്ലെങ്കിൽ എനിക്കിന്ന് സാമ്പത്തികമായ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. ഈ ഒരു സമാധാനം എന്ന് പറയുന്നത് ദ ലാസ്റ്റിംഗ് പീസ്, ദ ഗ്രേറ്റസ്റ്റ് പീസ്, ദി അൾട്ടിമേറ്റ് പീസ്, ദ ഡീപ്പ് റെസ്റ്റ്, the greatest joyful experience. അത് ദൈവത്തിന് മാത്രം തരുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ദൈവത്തിന്റെ സമാധാനം, ദൈവീക സമാധാനം. ദൈവ സമാധാനം ദൈവം തൻ്റെ ജനത്തിന് നൽകുന്നവരാണ്. അപ്പോൾ നമ്മൾ 2-3 വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഞാൻ വെൽപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 4:8 നാം ഇപ്രകാരം വായിക്കുന്നു. സങ്കീർത്തനം 4:8, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സമാധാനത്തോടു കൂടി ഉറങ്ങുവാൻ കഴിയാത്തതായിട്ടുള്ള അനേക ആൾക്കാര് നമ്മുടെ ചുറ്റുപാടുകളുമുണ്ട്. എനിക്കറിയാവുന്ന ഒരു വലിയ ധനിയന്റെ വീട്ടിൽ അദ്ദേഹത്തിന് ഉറങ്ങുവാൻ കഴിയാത്തത് കൊണ്ട് അനേക മാസങ്ങൾ നിരന്തരമായി ആഴ്ചയിൽ 7 ദിവസവും പ്രാർത്ഥിക്കുന്നവരെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് രാത്രി മുഴുവൻ അവർ അദ്ദേഹത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം ഉറങ്ങുവാനായിട്ടും പോവും. എനിക്ക് അദ്ദേഹം വാസ്തവത്തിൽ ഉറങ്ങുവാനായിട്ട് കഴിഞ്ഞു എന്ന് എനിക്കെന്നറിയില്ല, എങ്കിലും പുള്ളി ഒരു ഗ്യാരണ്ടി ആയിട്ടാണ് ഇത് വെച്ചിരുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പോയ കൂട്ടത്തിൽ ഒരാളാണ് എൻ്റെ ഫാദറും. എൻ്റെ ഫാദറും തൻ്റെ ചില വിശ്വാസമുള്ളവർക്ക് ചേർന്ന് ഈ ഭവനത്തിൽ മിക്കവാറും പോയി രാത്രി മുഴുവനും ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിക്കും. എന്തിനു വേണ്ടിയാ? ഈ ഒരു സഹോദരന് ഉറങ്ങുവാനായിട്ട് കഴിയണം. ഈ ഉറക്കം എന്ന് പറയുന്നത് ഒരു ദൈവീക കൃപയാണ്, അല്ലേ? ഒരു ഗിഫ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഇസ്രായേലിന് ഈ മരുഭൂമിയിലുള്ള അവരുടെ യാത്രയിൽ അവർക്ക് സമാധാനമായിട്ട് ഉറങ്ങുവാനായിട്ട് കഴിഞ്ഞോ? The answer could be is that if they trusted in the care of God, ദൈവീക പദ്ധതിയിൽ, ദൈവീക കരുണയിൽ അവർ വിശ്വസിച്ചു ആശ്രയിച്ചെന്ന് വരികിൽ മരുഭൂമിയിലും അവർക്ക് നന്നായി ഉറങ്ങുവാനായിട്ട് കഴിയും. ദാവീദ് തന്റെ ജീവിതത്തിൽ എത്രയോ പ്രയാസങ്ങൾ, എത്രയോ വൈഷമ്യങ്ങൾ, എത്രയോ ദുർഘടങ്ങൾ കടന്നുപോയി, എത്രയോ എതിർപ്പുകൾ, എത്രയോ ജീവഹാനി വരുന്നതായിട്ട് സന്ദർഭങ്ങൾ. ദാവീദിന് പറയാനുള്ളത്, ദൈവം എനിക്ക് ഹൃദയ സമാധാനം തരുന്നു. ബിക്കോസ് ഓഫ് ദ പീസ് ദാറ്റ് ഗാഡ് ഗീവ്സ് ഐ ക്യാൻ സ്ലീപ്. ഈ ഒരു പുതുവർഷത്തില് ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമാധാനത്തോടു കൂടി ഉറങ്ങുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. വേറെ ഒരു വേദഭാഗം ഞാൻ നിങ്ങളുടെ മുൻപാകെ വെച്ചുകൊള്ളട്ടെ. അത് നമുക്ക് വളരെ അഷുറൻസ് തരുന്നതായിട്ടൊരു വേദഭാഗമാണ്. അത് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഒരു അരുളപ്പാടാണ്, അല്ലെങ്കിൽ ഒരു പ്രോമിസാണ്, ഒരു വാഗ്ദാനമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-27 വാക്യത്തിൽ നാം വായിക്കുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. Peace of God. Wishing you all a very happy new year. Okay, something is happening with the muting system here. എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. സഹോദരി, Yes, I do. okay. Yeah, it may be with the system. Hello. Hello? Hello, Shaja brother.
അൺമ്യൂട്ട് ദംസെൽസ് എന്നുള്ള അതൊന്ന് പോസ് ചെയ്യാമോ? ആ ഓപ്ഷൻ ഒന്ന് മാറ്റിയിടാമോ? അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ പാർട്ടിസിപ്പൻസ്, നിങ്ങൾ ഒരു കാരണവശാലും അൺമ്യൂട്ട് ചെയ്യല്ലേ പ്ലീസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്ററപ്ഷൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാകും, എങ്കിലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഐ വിൽ ബി സ്റ്റോപ്പിംഗ് ആസ് ഏർലി ആസ് പോസിബിൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ദൈവ സമാധാനത്തെ കുറിച്ചാണ്. സമാധാനമില്ല. ഹലോ, ആർ യു ഏബിൾ ടു ഹിയർ? ഓക്കെ, ഈ ഒരു താൽക്കാലികമായിട്ടുള്ള ഇന്ററപ്ഷനും കൂടെ നമ്മുടെ സമാധാനം പോകരുത്. ഓക്കെ, അപ്പോൾ ദൈവം തന്റെ ജനത്തിന് നൽകുന്ന മറ്റ് അനുഗ്രഹമാണ് ഈ സമാധാനം. ഞാൻ ഓർപ്പിച്ചതുപോലെ സമാധാനത്തോടുകൂടി ജീവിപ്പാൻ, സമാധാനത്തോട് ഉറങ്ങുവാൻ, സമാധാനമായ ജീവിതത്തെ നയിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ആ ഒരു ബ്ലെസ്സിങ് ദൈവം തന്റെ ജനത്തിന് കൊടുത്തു. ഏറ്റവും കഠിനമായ ഒരു അന്തരീക്ഷത്തിലാണ് ദൈവം അവർക്ക് ആ അഷുറൻസ് നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും വാസ്തവത്തിൽ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ 2026 ഒരു സമാധാനത്തിന്റെ ഇയർ ആകട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യായിരിക്കാം. ഒരു പക്ഷെങ്കിൽ 2025 സമാധാനം ഇല്ലാത്തതായിട്ടുള്ള ചില അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായി കാണാം. എന്നാൽ സമാധാനം എന്ന് പറയുന്നത് ദൈവത്തിൽ മാത്രമാകുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. അപ്പോൾ ആ ദൈവീക സമാധാനത്തിനായിട്ട് നമുക്ക് ഡിസേർവ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവമേ, നിന്റെ കരുതൽ എനിക്ക് തരണമേ. ദൈവമേ, നിന്റെ കണ്ണ് എൻ്റെ മേൽ ആയിരിക്കണമേ. ദൈവമേ, നിന്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് ഈ ഒരു പുതുവർഷത്തിൽ നീ എനിക്ക് ഇടയാക്കണമേ. എനിക്ക് നിന്റെ സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ, അത് അനുഭവിപ്പാനായിട്ട് ഇടയാക്കണമേ. നമുക്ക് എല്ലാവർക്കും ഒരു വലിയ നിത്യമായ ഒരു സമാധാനം ദൈവം ഒരുക്കുന്നുണ്ട്. ആ നിത്യ സമാധാനത്തിന് വേണ്ടിയാണ് നാം നോക്കി പാർക്കുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ നാം ഇപ്പോൾ ആയിരിക്കുമ്പോൾ ഇവിടെ ആവശ്യമാകുന്ന സമാധാനം, മാനസികമായിട്ടുള്ള സ്റ്റെബിലിറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി, പിന്നെ അതായത് ഫിസിക്കൽ സേഫ്റ്റി, ഓൾ ദോസ് തിങ്സ് നമുക്ക് ആവശ്യമാണ്. അതെല്ലാം ദൈവം നമുക്ക് തരുവാനായിട്ട് മനസ്സുള്ളവനാണ്, കഴിയുന്നവനാണ്. അപ്പോൾ ഇവിടെ ഞാൻ ജോർജ് മ്യൂളറിനെ കുറിച്ച് വായിച്ചപ്പോൾ അദ്ദേഹം ഈ സമാധാനത്തിനെ കുറിച്ച്, ക്രിസ്തീയ സമാധാനത്തിനെ കുറിച്ച് മനസ്സിലാക്കിയത് ഇപ്രകാരമാണ്: the peace of God is a calm, quiet, trustful state of the heart. അതായത് ദൈവികമായിട്ടുള്ള സമാധാനം എന്ന് പറയുന്നത് ഒരു റെസ്റ്റ്ഫുൾ, കാം ആൻഡ് ട്രസ്റ്റ്ഫുൾ സ്റ്റേറ്റ്. ഓക്കെ, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്, ഒരു ആന്തരികമായിട്ടുള്ള ഒരു ക്വയറ്റ്നെസ് അനുഭവിക്കുന്നതായിട്ടൊരു സ്റ്റേറ്റ്. ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യാനും മാത്രമേ പറ്റുള്ളൂ, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുകയില്ല. ഈ സമാധാനം എന്താണെന്നത് വേർഡ്സിൽ ആഡിക്വേറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഈസ് ഇന്നാഡിക്വേറ്റ് ഫോർ us ടു ഡിസ്ക്രൈബ് ദി നേച്ചർ ഓഫ് ദി പീസ് ദാറ്റ് ഗാഡ് ഗീവ്സ് us. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ദ പീസ് ദാറ്റ് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. മാനുഷിക ബുദ്ധികൾക്ക് അതിനെ മനസ്സിലാക്കുവാനോ എക്സ്പ്രസ് ചെയ്യാനോ കഴിയില്ല. എന്നാൽ ഒരു ദൈവ പൈതലിന് ആ സമാധാനം എന്തെന്ന് അനുഭവിക്കാനായിട്ട് കഴിയും. എന്തൊരു സത്യമായ ഒരു കാര്യമാണത്. ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അത് വർണ്ണിപ്പാനായിട്ട് കഴിയില്ല എന്ന് വരികിലും. വളരെ പരിചിതമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. ഈ നാടുകളിൽ ഈ പാട്ട് പലയിടത്തും പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മലയാളത്തിൽ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഈ മലയാളം പാട്ട്: നൽ നീരുറവ് പോൽ സമാധാനമോ, അലമാല പോൽ ദുഃഖമോ, എന്തെന്ന് വന്നാലും എൻ ജീവിതത്തിൽ ചൊല്ലും ഞാൻ
എല്ലാം എൻ നന്മയ്ക്കായി പാടി ഞാൻ സ്തോത്രം ഞാൻ പാടിടും. ആ ഒരു പാട്ട് വെൻ പീസ് ലൈക്ക് എ റിവർ, വളരെ വളരെ ജീവിതങ്ങളെ ആഹരിച്ചിരിക്കുന്നതായിട്ടുള്ള വരികളാണ് ഈ ഒരു ഗാനത്തിലുള്ളത്. നിങ്ങൾ അറിയുന്നത് പോലെ ഇത് ചിക്കാഗോയിൽ ജീവിച്ച ഒരു ഹാർഷ്യോ സ്പാഫോർഡ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ എഴുതിയതാണ്. തൻ്റെ 4 മക്കളെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നഷ്ടപ്പെട്ട സമയത്ത് ഓൺ ദ വേ ടു ഇംഗ്ലണ്ട്, അവർ ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്ത സമയത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉണ്ടായതായിട്ടുള്ള ആ ഒരു അപകടത്തിൽ തൻ്റെ ഭാര്യ മാത്രം രക്ഷപ്പെട്ടു, മക്കൾ 4 പേരും നഷ്ടപ്പെട്ടു. അവിടെ കരയ്ക്ക് ചെന്ന ശേഷം ആ സിസ്റ്റർ, അദ്ദേഹത്തിന്റെ വൈഫ്, അദ്ദേഹത്തിന് ഒരു വിവരം അറിയിച്ചു. ഇപ്രകാരമാണ്, ഷീ സെന്റ് എ ടെലിഗ്രാം സേയിങ്, സേവ്ഡ് അലോൺ വാട്ട് ഷാൽ ഐ ഡു? ഞാൻ തന്നെ രക്ഷപ്പെട്ടു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ഈ മരണവാർത്ത അറിഞ്ഞ് ഹാർഷ്യോ പെട്ടെന്ന് അടുത്തൊരു ഷിപ്പിൽ തൻ്റെ പ്രിയതമ്മയുടെ അടുക്കിലേക്ക് യാത്രയായി. അങ്ങനെ യാത്രയായിരുന്ന സമയത്ത് ഈ അപകടം നടന്നതായിട്ടുള്ള സ്പോട്ടിൽ കൂടെ അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ആ ഒരു സ്പോട്ടിൽ വന്ന സമയത്ത്, ഈ സമുദ്രത്തിന്റെ നടുക്കടലിൽ കൂടെ കടന്നു പോകുന്ന ആ ഒരു സ്പോട്ട് കടന്നു വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത സമാധാനമാണ് ഈ വാക്കിൽ കൂടെ താൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. നൽനീരുറവ് പോൽ സമാധാനമോ അലമാല പോൽ ദുഃഖമോ എന്ത് വന്നാലും എൻ ജീവിതത്തിൽ ഞാൻ ചൊല്ലും എല്ലാം എൻ്റെ നന്മയ്ക്കായി. ഭാരിച്ചതായിട്ടുള്ള അങ്ങനെയുള്ള ജീവിതാനുഭവത്തിൽ ഒരു ദൈവത്തിന് മാത്രമേ ഇങ്ങനെയുള്ള പ്രത്യാശയുടെ ഗാനങ്ങൾ എഴുതുവാനായിട്ട് കഴിയുള്ളൂ. നിങ്ങൾക്ക് അത് വ്യക്തിപരമായി അറിയാം എന്ന് ഞാൻ കരുതുകയാണ്. സോ അത് എന്തൊരു ആശ്വാസമാണ് നമുക്ക് ഇന്ന് ഈ ഒരു നിങ്ങളുടെ ഈവനിങ്ങിൽ, എൻ്റെ പകലിൽ ദൈവം നമുക്ക് തരുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ഒരു പുതുവർഷത്തിലേക്ക് കടന്നതായിട്ടുള്ള നമുക്ക് ദൈവം തരുന്ന ചില അഷുറൻസിനെ ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അനുഗ്രഹ വാക്കുകൾ നിർത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ദൈവം തൻ്റെ സാന്നിധ്യം നമുക്ക് പ്രോമിസ് ചെയ്യുകയാണ്. ഗാഡ്സ് പ്രസൻസ്, ഹിസ് ഷൈനിങ് ഫേസ് വിൽ ബി ലിഫ്റ്റഡ് അപ്പോൺ യു ആൻഡ് ഹി വിൽ ബ്രിങ് യു പീസ് ആൻഡ് സെക്യൂരിറ്റി. നിങ്ങൾക്ക് ദൈവം തൻ്റെ സമാധാനത്തോടുള്ള സാന്നിധ്യം ഈ ഒരു പുതുവർഷത്തിൽ നൽകും. രണ്ടാമതായി, ദൈവം തൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് തരികയാണ്. ദൈവം നിങ്ങളെ കരുതും, കാക്കും. തൻ്റെ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവൻ നമ്മെ കാക്കും. ഒരു ബാധയും നമ്മെ അടുക്കാതെ അവൻ നമ്മെ പരിപാലിക്കും. മയങ്ങാതെ ഉറങ്ങാതെ നമ്മെ കാവൽ ചെയ്യും. ഡിവൈൻ പ്രൊട്ടക്ഷൻ. ദൈവം നമ്മെ ഗാർഡ് ചെയ്യും. ദൈവം നമ്മെ കരുതും, പരിപാലിക്കും. മൂന്നാമതായി, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകും. He is sufficient to meet all our needs. He promises his blessings. All good things come from God. എല്ലാ നന്മയും ദൈവത്തിൽ നിന്ന് വരുന്നു. ഈ ഒരു പുതുവർഷത്തിൽ ജീവിച്ചിരുന്ന ദൈവ നന്മ കാണുവാൻ നിങ്ങൾക്കും എനിക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡിവൈൻ പ്രൊവിഷൻസ്. My God shall supply all your needs according to his riches in glory. തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം ദൈവം എല്ലാം നൽകി നമ്മെ നടത്തും. നാലാമതായി, ദൈവിക കടാക്ഷം, ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ അപ്രൂവൽ നമ്മുടെ മേൽ ഉണ്ടാകും. അഞ്ചാമതായി, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ, സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞതുപോലെ, ദൈവം നിങ്ങളെയും എന്നെയും കാണുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ ദൈവസ്നേഹത്തിന്റെ ഓബ്ജക്റ്റ് ആയിട്ട് എന്നുള്ള നിലയിലാണ്. നമ്മളെ ആസ് ഇഫ് യു ആർ ദി ഓൺലി പേഴ്സൺ ഫോർ ഗോഡ് ടു ലവ് ആൻഡ് ഗോഡ് ബ്രിങ്സ് ഓൾ ഹിസ് ലവ് ആൻഡ് കെയർ അപ്പോൺ യു. നിങ്ങളുടെ മേൽ അത് പൂർണ്ണമായി വർഷിപ്പിക്കുകയാണ്. ഓക്കെ, മാതാപിതാക്കളായിട്ടുള്ള അനേകരായിരിക്കുമല്ലോ ഒരു പക്ഷെങ്കിൽ ഈ ഇത് എൻ്റെ വാക്കുകൾ കേൾക്കുന്നത്. എനിക്കും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ,
പിന്നെ മക്കൾ ചോദിക്കുന്നത് മമ്മി എന്നോടാണോ കൂടുതൽ ഇഷ്ടം, ചേച്ചിയോടാണോ കൂടുതൽ ഇഷ്ടം, ഹും ഡു യു ലവ് മോസ്റ്റ്? ഒരു 3-4 മക്കളൊക്കെ ഉള്ളവർക്ക് അത് വലിയ പ്രയാസമല്ലേ പറയാൻ നോക്കും. എനിക്ക് ഇന്ന ആളോടാ, ഇന്ന മോനോടാ മോളോടാ ഇഷ്ടമെന്ന് കൂടുതൽ പറയാൻ നോക്കിയല്ല. നമ്മൾ പറയുന്നത് എല്ലാവരോടും ഒരുപോലെ സ്നേഹമാണ്. ഓക്കെ, ആ സ്നേഹത്തിന് കുറവൊന്നുമില്ല. ദൈവം നമ്മെ നോക്കുമ്പോൾ ആണ് ദൈവത്തിന് പറയാനുള്ളത്, നീ എന്റെ പൈതലാവുന്നു, ഞാൻ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നു, എന്റെ ഹോൾ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഫോർ യു. ഞാൻ സമ്പാദിക്കുന്നതെല്ലാം, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാകുന്നു. വാട്ട് എ ബ്ലസ്ഡ് വേർഡ് ഫ്രം ദ ലോർഡ് ഫോർ ദി ന്യൂ ഇയർ. ദി ഡിവൈൻ അറ്റൻഷൻ ഈസ് ഫോർ യു. അവസാനമായി യഥാർത്ഥമായ ദൈവ സമാധാനം, ദൈവിക സമാധാനം നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. സമാധാനത്തോടുകൂടി ജീവിപ്പാൻ, സമാധാനത്തോടുകൂടി ജീവിത കാര്യങ്ങളെ ക്രമീകരിക്കാൻ, സമാധാനമായ കുടുംബാന്തരീക്ഷങ്ങൾ ഉണ്ടാകുവാൻ, സമാധാനമായി ഉറങ്ങുവാൻ, സമാധാനമായി ജോലിക്ക് പോകാൻ, കടന്നു വരുവാൻ ഈ ഒരു പുതുവർഷം ദൈവം നമുക്കിടയാകും. അപ്പോൾ ഈ അഹറോന്റെ ബ്ലെസ്സിങ്സ് എന്തൊരു അർത്ഥവത്തായിട്ടുള്ള ബ്ലെസ്സിങ്സുകളാണെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഈ ഒരു പ്രാർത്ഥന യാഥാർത്ഥ്യമാകുവാൻ നമുക്ക് ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു പുതിയ വർഷത്തിൽ പുതിയ ഉണർവോടുകൂടി, പുതിയ ഡെഡിക്കേഷനോടുകൂടി കർത്താവിനെ പിൻപറ്റുവാൻ, സേവിപ്പാൻ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്കായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാം വ്യക്തിപരമായ പേരുകൾ എനിക്കറിയില്ലെങ്കിലും ആസ് എ ഗ്രൂപ്പ് ഓഫ് സിസ്റ്റേഴ്സ് on the assemblies, I will be remembering you collectively, and may God bless you. Once again, thank you for this time given to me, and may God bless the new year for us. Wishing you all a happy new year.